സ്കൂളിൽ പഠിച്ചപ്പോ നിറയെ ഹോട്ടലും എന്നാ കൈ കഴിക്കാൻ പൈസ ഇല്ല. വർഷം ഭരണപ്പെട്ടി തുറക്ക കമ്മലിന്റെ ഒരു മേളം കാണാം. ഗുഡ് മോർണിംഗ് എന്ന് പറയണോ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. എണീറ്റപ്പോ 11:30 മണിയായി. എന്തായാലും രാവിലെ എണീറ്റുടനെ നല്ല വിശപ്പുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ പോഷക ഗുണങ്ങളെ കുറിച്ച് ഞാൻ വളരെയധികം ചിന്തിക്കുന്നില്ല. ബട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമുണ്ട്. അതുണ്ടാക്കി നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ഞാൻ കോളേജിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എക്സാമിനൊക്കെ പോകുന്ന ദിവസം രാവിലെ ഇത് ഉണ്ടാക്കി ആ ഒരു പാത്രത്തിനകത്താക്കി കൊണ്ടുപോകും. പോകുന്ന വഴിക്ക് കഴിച്ചു പോകാം. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാനുള്ള സാധാരണ ബ്രെഡ് ഓംലെറ്റാണ് കഴിക്കുക സമയമില്ലാത്ത സമയത്ത്, എക്സാമിനൊക്കെ പ്രത്യേകിച്ച്. പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല രാവിലെ എഗ്ഗ് കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതും ഓൾട്ടർനേറ്റ് ആയിട്ട് എടുത്തൊരു സാധനമാണ്. പോകുന്ന വഴിക്ക് കഴിച്ച് പോകാന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഉപയോഗം. കുറെ നാളിന് ശേഷം ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാൻ പോകാം. കുറെ വർഷമായിട്ട് ഞങ്ങൾ കുഴിമന്തി കഴിക്കും. വർഷങ്ങളായിട്ട് കുഴിമന്തി കഴിക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ വർഷങ്ങളായിട്ട് നടക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞു. എല്ലാ തവണയും കുഴിമന്തി കഴിക്കാത്തത് കഴിഞ്ഞ പ്രാവശ്യം വണ്ടി ചീത്തായി, വേറെ തവണ വരാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ എല്ലാ തവണ കുഴിമന്തി കഴിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ അപകടം പറ്റും. ഞങ്ങൾക്കിന്ന് കുറേ വർഷത്തെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. വർഷത്തിലൊരിക്കൽ കാണാറുള്ളൂ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. 15 മിനിറ്റ് 15 അല്ല, ഒരു അരമണിക്കൂർ അപ്പത്തുപ്പത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഞങ്ങൾ അത് നിങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെയാണ്. എന്തുകൊണ്ടോ ആ കൂടെ ഓണത്തിനും ക്രിസ്മസിനും മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ പണ്ടത്തെ അതേ ക്രേസിനെസ് ഉണ്ടാവും. എന്നാൽ ഈ സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. സോ വേഗം നിന്ന് നിർത്താം, വേഗം പോവാം. ആഭരണപ്പെട്ടി തുറക്ക കമ്മലിന്റെ ഒരു മേളം കാണാം. ഇന്നത്തെ നമ്മുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് പിങ്ക് ടീഷർട്ടും അതിലേക്ക് ഇങ്ങോട്ടോ പോകുന്നു. പിങ്ക് ടീഷർട്ടും ഒരു ജീൻസും ആയിരുന്നു. പക്ഷെ ഞാൻ ജീൻസ് ഇടാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ജോഗേഴ്സ് കാണാൻ പറ്റുന്നില്ല. അതെ, ജോഗേഴ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് കരുതി. കമ്മലായി, മലയായി. പിന്നെ കേളി ഹെയറിന് ഒരു പ്രത്യേകത, പോകുന്നതിന് മുമ്പ് മുടിയൊക്കെ ചീകി നല്ല വൃത്തിയായിട്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. ഇപ്പൊ അതിവിടെ മുഴുവൻ ഏകദേശം കുറെ ഉടക്കൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിതിനകത്തേക്ക് എന്റെ ചീപ്പ് ഇടാൻ പറ്റില്ല. എന്റെ ചീപ്പ് ഇട്ടാൽ ഇവിടെ കുരുങ്ങി നിൽക്കും. എനിക്കിത് ഈ കുരി കഴിക്കണമെങ്കിൽ ഇനി എനിക്കൊരു അരമണിക്കൂർ വേണം. അരമണിക്കൂർ നമ്മുടെ ഇല്ല, നമുക്ക് ഇപ്പൊ വിളിക്കാൻ പോകണം. അപ്പൊ പിന്നെ നമ്മൾ തൽക്കാലം ഇങ്ങനെ കൈയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കി നമ്മൾ ഇങ്ങനെ നീറ്റായിട്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ മനസ്സിനെ പറഞ്ഞതാ വിശ്വസിപ്പിച്ച് ഇപ്പൊ മുടി സെറ്റ് ചെയ്യണം. ഇതാണ് ചീപ്പ് തുടങ്ങുന്ന സാധനം അടുത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ആക്കാം. എനിക്ക് ബ്രഷ് ചെയ്തിരുന്ന ഇഷ്ടം, പക്ഷെ എനിക്ക് സമയം എടുക്കും, അരമണിക്കൂർ എടുക്കും. അതുകൊണ്ട് എനിക്ക് അരമണിക്കൂർ ഇല്ല എന്ന് എല്ലാം ഏകദേശം റെഡിയായി. പപ്പോ നമുക്കാണല്ലോ ആഹാരം ഇല്ലാത്ത സൂമായപ്പോഴത്തേക്ക് കണ്ടു. എനിക്കൊരു എപ്പം മുതൽ സംസാരിക്കാൻ തുടങ്ങിയതാ. കാരണം കുറെ നാളത്തെ കഥ പറയാനുണ്ടല്ലോ. ആക്ച്വലി ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് സദ്യ കഴിക്കാൻ കൊതിയായിട്ട് പോയതാണ്. ഞാൻ സാധാരണ അങ്ങനെ ഓണത്തിന് ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ സദ്യ ഒന്നും വെക്കണ്ട, എനിക്ക് ഒറ്റയ്ക്ക് വെക്കാൻ വയ്യ, മനസ്സിലായ. അതുകൊണ്ട് മാത്രമാണ് എന്റെ ഇടയിലുള്ള ആളിനെ കാണാനില്ല. എന്നാലും അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് പോയത്. ഈശ്വര, എട്ടിന്റെ പണിയായി പോയിട്ടാ. പക്ഷെ അവിടുത്തെ ബാക്കി എല്ലാ ഫുഡും കൊള്ളാം. അതുകൊണ്ട് എനിക്ക് അവരുടെ അടുത്ത് കുറ്റം അങ്ങനെ പറയാൻ തോന്നുന്നില്ല. മേ ബി അവര് ഓണസദ്യ കുറെ ആൾക്കാർക്കായിരുന്നു, അവർ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും മേടിച്ചതായിരിക്കും. അല്ലാതെ അവരവിടെ കുക്ക് ചെയ്താണെന്ന് എനിക്ക് തോന്നില്ല. കാരണം അവർ കുക്ക് ചെയ്തപ്പോൾ ഉള്ള ഡിഷസ് നല്ലതായിരുന്നു, മനസ്സിലായ. എന്തായാലും പണി കിട്ടി. ഇന്നെങ്കിലും എനിക്ക് അതുകൊണ്ട് നല്ല ഫുഡ്, എത്ര നാളായെന്നറിയാമോ നമ്മൾ പുറത്ത് പോയി നല്ല ഫുഡ് കഴിച്ചിട്ടല്ലേ. പണ്ടൊക്കെ നമ്മള് വിസ്മയിലൊക്കെ പോയി കഴിക്കുന്ന ഓർമ്മയുണ്ടാ? പണ്ട് നിറയെ നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോ നിറയെ ഹോട്ടലും എന്നാ കൈ കഴിക്കാൻ പൈസ ഇല്ല, പോവാനും പറ്റൂല. ഇപ്പൊ മറ്റേ കുറച്ച് പൈസ ഉണ്ട് മനുഷ്യന്, ഫുഡ് കഴിക്കാന്റെ പൈസ ഒപ്പിച്ച് എങ്ങനെ എന്റെ 3 ബിരിയാണിയുടെ പൈസ ഉണ്ട്. സോ നമ്മൾ റിച്ചാണ്. 3 ബിരിയാണി തിന്നും നമ്മള്. നമ്മളെന്താ 3 ബിരിയാണി ഒരു മറ്റേ ക്വാർട്ടർ അല്ലല്ലോ, 3 പോർഷൻ. പക്ഷെ 3 പോർഷൻ കുഴിമന്തി ഭയങ്കര കൂടുതലായി പോകും അല്ലേ? നമുക്ക് 2 മതി. മന്തി വേണ്ട പറയുന്നുണ്ട്. വഴി പകലൂർ എത്തിയപ്പോഴത്തേക്കാണ് ഞാൻ വഴി പറഞ്ഞു പോണത്. ഞാൻ ഇവിടെ തിരിയുന്നതിന് പകരം കാഞ്ഞിരംകുളത്ത് നിന്നാണ് തിരിഞ്ഞിട്ട് ഞാൻ എത്ര 30 മിനിറ്റ് ഞാൻ വൈകിട്ട് പോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോയിട്ട് 30 മിനിറ്റ്. അറിയാമോ, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് വലിയ വിഷയമാണ്. സഞ്ചിക്ക് അങ്ങനെയാണെന്ന് എനിക്ക് വിശ്വാസം. ഒറ്റയ്ക്കല്ലൊരു കുഴപ്പമില്ല. ശരിക്കും എനിക്ക് വഴി എന്ന് പറയുന്നത് അവസാനം വഴി ഞാൻ തിരിച്ചിട്ടുണ്ടാവുന്നു. എത്ര
എന്തൊരു ഐശ്വര്യം. ആഹാ, ലിറ്ററലി നമ്മൾ വന്ന കട അടച്ചു. ഇനി മണി എത്രയായി? മണി 2:45, 2:30. ഇത്രയും ദൂരം ട്രാവൽ ചെയ്താണ്. അത് എന്തുകൊണ്ട് നമുക്കൊരു ഭാഗ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ എത്ര തവണ നമ്മൾ പോയിട്ട് ശരിയായില്ല. സോറിയേ. അപ്പം ഇനി വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലും ഒക്കെ കഴിക്കാം. എത്തി. പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല. വഴിയിൽ ഏതോ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്ത് അവരെ ഇറക്കിയിട്ട് ഞാൻ പാർക്ക് ചെയ്ത. വേഗം പോയി ആരും കഴിക്കാം. എനിക്ക് ശരി, എല്ലാവർക്കും വിശന്ന് മുഖം കണ്ടോ ഭയങ്കര ക്ഷീണിച്ച് വയ്യാണ്ടായി പോയി. ഓക്കെ, എന്തായാലും കഴിക്കാൻ പാ. ഇതിനകത്ത് ചിക്കനെക്കാട്ടും കൂടുതൽ മയണൈസ് ഇല്ല. അത് പോയി, അത് വിളിക്കാൻ പോയി. ക്ഷീണം. പുറത്ത് പാട്ടുണ്ട് ഇഷ്ടം പോലെ. എനിക്കൊരു എന്റർടൈൻമെന്റ് 24/7. പുറത്തെ പാട്ട് എന്താ? നെയ്യാർമേളയുടെ പാട്ടാ. പാട്ടെന്നൊക്കെ പറഞ്ഞ അവിടെ ആൾക്കാർ പാടി അങ്ങ് തകർക്കുക. പാടാലോ. സാധാരണ കുഴപ്പമില്ല. എക്സാമിന്റെ തലേന്നൊക്കെ ഇവർ ആലുമാട് ഓലുമയൊക്കെ വെച്ച് രാത്രി ഡിപ്രഷൻ അടിച്ചു. മന്തി കഴിച്ചതിന്റെ ക്ഷീണത്തിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നത് മലയാളം ക്ലാസ്സിൽ കട്ടടിച്ച് സമോസ തിന്നാൻ ആര് പറഞ്ഞു? പറയണ അതാ വെട്ടിപ്പോയി. ഇപ്പൊ രണ്ടുപേരെ ഉപ്പ് വീട്ടിൽ പോവാം. അവർക്ക് വീട്ടിൽ പോകാൻ സമയമായി. വരാൻ സമയം. ഞാൻ പറയുന്ന ഒന്ന്, നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നുണ്ടാവില്ല. ഇതാറ്റ് പറയൂ. അപ്പൊ ഇനി അടുത്ത ക്രിസ്മസിന് കാണാം. ഓണത്തിനും ക്രിസ്മസിനും മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം മീറ്റിംഗ് ആണ് ഞങ്ങളുടെ ഈ മീറ്റിംഗിൽ കേൾക്കുന്നത്. അങ്ങനെ തുടങ്ങിയെടുത്ത് തന്നെ നമ്മുടെ വ്ലോഗ് അവസാനിച്ചിരിക്കുന്നു. സോ ടാറ്റാ, ബൈ ബൈ.